കാസർഗോഡ് നിന്ന് ഏകദേശം 350 കിലോമീറ്റർ അകലെയും ബാംഗ്ലൂർ കർണാടക തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുമുള്ള പ്രദേശമാണ് അങ്കോല എന്ന് പറയുന്ന സ്ഥലം. അങ്കോലയിലേക്ക് എത്താൻ ഒരുപക്ഷെ കൂടുതൽ അടുത്ത പ്രദേശം എന്ന് പറയുന്നത് ഗോവയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രദേശത്താണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഈ രണ്ടായി തിരിയുന്ന ഈ പോകുന്ന കൊച്ചി പനവേലി കന്യാകുമാരി ദേശീയപാതയാണ്. ദേശീയപാത 66 ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ രണ്ടായി തിരിയുന്ന ഈ പ്രദേശത്താണ് അർജുൻ്റെ ലോറിയുടെ അവസാനത്തെ GPS സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ ദൃശ്യങ്ങൾ, ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും, രണ്ട് സൈഡിലും ഒരു റോഡിൻ്റെ ഇരുവശത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇതിന് താഴെ വശത്തായി കാണുന്ന പ്രദേശമാണ് ഗംഗാവാലി പുഴ. ഏകദേശം 150 കിലോമീറ്ററോളം നീളത്തിലൊഴുകുന്ന പുഴയാണ്. മലവെള്ളപ്പാച്ചിൽ കാരണം കുത്തൊഴുകിയാണ് പുഴ പോകുന്നത്. ഇവിടെയുള്ള മണ്ണിടിച്ചിലിൻ്റെ ഭൂരിഭാഗവും ഈ പുഴയിലേക്ക് വീണിട്ടുണ്ട് എന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. ഈ പ്രദേശത്തുമൊക്കെ മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് ഇവിടെയുള്ള ഈ പ്രദേശത്ത് ഇപ്പോൾ നിൽക്കുന്ന അർജുൻ്റെ ബന്ധുക്കളായ ജിതിനൊക്കെ പറയുന്നത്. ഈ മേഖലയിൽ അർജുൻ്റെ വാഹനം കാണാതായി എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്ത് കുറച്ച് വാഹനങ്ങൾ മാത്രമേ കാണാനാകുന്നുള്ളൂ. അതേസമയം മറ്റൊരു വശത്ത് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തെ ഭാഗത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, വലിയ കൂറ്റൻ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ നടക്കുന്നതായും കാണാം. ഏകദേശം 1 കിലോമീറ്ററിന് അധികം ദൂരത്തിലാണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞിരിക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ മാത്രം വിചാരിച്ചാൽ മതിയാകുന്ന സ്ഥിതിയല്ല. കേന്ദ്ര ഏജൻസികൾ തന്നെ വരണമെന്ന ആവശ്യമാണ് അർജുൻ്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അത്രയ്ക്ക് ദുർഘടമായ പാതയാണുള്ളത്. ഒരു വശത്ത് കുന്നും പ്രദേശവും താഴെ പുഴയും അതിന് താഴെ വയൽ പ്രദേശവും അടങ്ങുന്ന ഒരു മേഖല, ഭൂമിശാസ്ത്രമാണ് ഈ മേഖലയുള്ളത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം അതീവ ദുർഘടമാണ്.